പഠിച്ചോനെ കാത്തോളി രാവിലെ ചായ കുടിക്കുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം. പാത്തുമ്മ ചായ കിട്ടിയാ അവിടെ നിങ്ങൾ വന്നിരിക്കുമ്പോ തരാനൊന്നും കഴിയില്ല. തുടങ്ങി കഥാപ്രസംഗം. സാധനം അവിടുത്തെ കിച്ചണിലും കുറെ സാധനം ഇവിടുത്തെ കിച്ചണിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെടുത്ത് മനുഷ്യന്റെ ഊപ്പാട് കളിക്കണം. എത്ര കാലമായിക്കണി ഞങ്ങളോട് പറയുന്നത് ഒന്ന് മോഡേൺ കിച്ചൺ ആക്കി തരാന്. അത് പേടിക്കണ്ട, നമുക്ക് നല്ല അടിപൊളി അലൂമിനിയം മോഡേൺ കിച്ചൺ ആക്കി മാറ്റാം. നമ്മളെ ഈ കാണാൻ രസമില്ലാത്ത കിച്ചൺ അതൊന്നും പറ്റൂല, പ്ലൈവുഡ് തന്നെ വേണം. ഈടി പൊട്ടത്തി അതൊക്കെ വെള്ളം തട്ടി കേടാവും. അലൂമിനിയം കിച്ചണാണ് ഇപ്പൊ ഏറ്റവും നല്ലത്. അത് ബഡ്ജറ്റിലാണെങ്കിലും ക്വാളിറ്റിയിലാണെങ്കിലും. എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ 2 വർഷം മുമ്പ് ചെയ്ത കിച്ചൺ ഞാൻ വേണേ അത് കാണിച്ചു കിടുവാ. ചായ നമുക്ക് പിന്നെ കുടിച്ചാം. നിങ്ങളും വരും, നിങ്ങൾക്കും കാണിച്ചു തരാം ബഡ്ജറ്റിലും ക്വാളിറ്റിയിലുള്ള കിടിലൻ കിച്ചൺ എങ്ങനെ ഉണ്ടാക്കലുണ്ട്. വരും കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ അലൂമിനിയം കിച്ചൺ. ശരിക്കും ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണുമ്പോൾ എല്ലാം മൾട്ടിവുഡ് കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ പ്ലൈവുഡ് കൊണ്ടൊക്കെ ചെയ്ത പോലെ ഒരു ലക്ഷറി ഫീൽ ഉണ്ട്. പക്ഷെ ഇത് ശരിക്ക് അലൂമിനിയം കിച്ചണാണ്. ഇതിന്റെ ഡോറൊക്കെ കണ്ടില്ലേ, 2 സൈഡിലും ഷീറ്റൊക്കെ അടിച്ചിട്ട് നല്ല ഉറപ്പോട് കൂടിയിട്ടേ വന്നിട്ടുള്ളത്. അത് 2 വർഷം മുമ്പ് ചെയ്തപ്പോൾ ഉള്ള അതേ ഫിനിഷിങ് ഇതിന് ഇപ്പോഴും ഉണ്ട്. ഇതിനെ കുറിച്ച് കൂടുതൽ നമുക്കത് ചെയ്ത ആളോട് തന്നെ ചോദിച്ചു നോക്കാം. ഇതെന്താണ് ഇതിന് അഡ്വാൻറ്റേജ് ഒന്ന് പറയണേ. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റിയാണ്. 0 മെയിൻ്റെനൻസ് ആണ് വരിക. മെയിൻസ് ഒരു കാലത്തും വരില്ല എന്നുള്ളത് തന്നെയാണ്. കിച്ചണിൽ മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നമാണ് ചെതല്, വെള്ളം നനയുമ്പോഴാണ് പ്രശ്നങ്ങള്, പൂപ്പല്, ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഈ ഒരു സാധനത്തിന് ബാധിക്കില്ല എന്നുള്ളതാണ്. അതാണ് അലുമിനിയം ആയതുകൊണ്ടുള്ള ബെനിഫിറ്റ്. പിന്നെ നമ്മൾ ഇത് ലക്ഷറി ഫിനിഷിംഗിൽ ചെയ്യുന്നതാണ് രണ്ടാമത്തെ ബെനിഫിറ്റ്. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ മൂപ്പരെ വിളിച്ചോളി. നിങ്ങളുടെ വീടുകളിൽ കിച്ചണൊക്കെ മനോഹരമാക്കി കളി.